السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله. ജയ് ഹിന്ദിലെ മാന്യ പ്രേക്ഷകർക്ക് അൽ-ഇഫാദ റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വിശുദ്ധമായ റമളാൻ മാസത്തിൽ ലക്ഷക്കണക്കിന് വിശ്വാസിനികൾ ശ്രവിക്കുന്ന ശ്രോതാക്കളായുള്ള ഈ അനുഗ്രഹീതമായ ഈ ഒരു സാഹചര്യം ഇങ്ങനെ ഒരുക്കിയ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി തക്കല അതിന്റെ പ്രവർത്തകർക്ക് അല്ലാഹു തആല അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം അവരുടെ ജീവിതത്തിൽ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തെ അല്ലാഹു തആല പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് അല്ലാഹു ഉയർത്തി അസൂയാർഹമായ നിലയിൽ അല്ലാഹു തആല വളർച്ചയും അല്ലാഹു തആല ഉയർച്ചയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഷ്ഠിച്ച 18 നോമ്പും 19 തറാവീഹും അല്ലാഹു പരിപൂർണമായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. വന്ന പോരായ്മകൾ, തെറ്റുകൾ അല്ലാഹു തആല അവന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നമ്മിൽ നിന്ന് പൊറുക്കുകയും ഇനിയുള്ള ദിനരാത്രങ്ങൾ നോമ്പും തറാവീഹും മറ്റ് അഅ്മാലുകളുമായി കഴിയാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട രാവുകളും പകലുകളുമാണ് ഇനി നമ്മിലേക്ക് കടന്നു വരാനുള്ളത്. 1-2 ദിവസങ്ങൾ കഴിഞ്ഞാൽ അനുഗ്രഹീതമായ റമളാനിന്റെ മഗ്ഫിറത്തിന്റെ 10 നമ്മളോട് വിട പറയുകയാണ്. പിന്നീടുള്ളത് പാപമോചനത്തിന്റെ 10 കഴിഞ്ഞാലുള്ളത് നരകവിമോചനത്തിന്റെ 10 അതുകൊണ്ട് ഇനിയുള്ള ദിനരാത്രങ്ങൾ ചെയ്തുപോയ അപരാധങ്ങൾ, തിന്മകൾ, പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട സമയങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങുക. മഗ്ഫിറത്തിലൂടെ, പാപമോചനത്തിലൂടെ പടച്ചവനിലേക്ക് കൂടുതൽ അടുക്കുന്ന അള്ളാഹുവിന്റെ പ്രേമഭാജനങ്ങളിൽ പെടുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം കടന്നു വരുമ്പോൾ സഹാബത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ വിശേഷണങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, മൂസാ നബി അള്ളാഹു കലീമാക്കി, അതുപോലെ ഇബ്രാഹിം നബി അള്ളാഹു ഖലീലാക്കി, ഈസാ നബി അള്ളാഹു തആല അവന്റെ റൂഹുല്ലാഹി എന്ന നാമം കൊടുത്തു എന്നൊക്കെ സഹാബത്ത് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് കടന്നു വന്നു. അതിനെയൊക്കെ ശരിപ്പെടുത്തി അതെല്ലാം പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു. ഞാൻ അള്ളാഹുവിന്റെ ഹബീബാണ്, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പ്രവാചകൻ പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പറ്റിയിട്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഖലീൽ എന്ന നാമമാണ് അള്ളാഹു തആല ഇബ്രാഹിം നബിയെ പറ്റിയിട്ട് പറഞ്ഞത്. ഒരവസരത്തിൽ ഒരാൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു അത്രേ, എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ എന്ന അർത്ഥം വരുന്ന ഖലീൽ എന്ന നാമം അങ്ങക്ക് അള്ളാഹു തആല നൽകിയത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി, അതിന് പ്രധാനമായി 3 കാരണങ്ങളാണ്. അതിൽ ഒന്നാമത്തേത്, അള്ളാഹുവിന്റെ കൽപ്പനകളെ മറ്റുള്ളവരുടെ കൽപ്പനകളെക്കാൾ ഞാൻ പ്രാമുഖ്യം കൊടുക്കുന്നത് എൻ്റെ രീതിയാണ്. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, ജനങ്ങളുടെ കൽപ്പനകൾ, ജനങ്ങളുടെ ഇഷ്ടങ്ങളെക്കാളും എൻ്റെ പടച്ചതമ്പുരാന്റെ ഇഷ്ടവും അള്ളാഹുവിന്റെ കൽപ്പനകളും അവന്റെ നിരോധനങ്ങളുമാണ് ഞാൻ അതിന് പ്രാമുഖ്യം കൊടുത്തത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. ഇബ്രാഹിം നബിയെ പറ്റിയിട്ട് അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിം നബി ഞാൻ ഖലീലാക്കി എന്ന് പറയുമ്പോൾ അതിന് ഒന്നാമത്തെ കാരണം അള്ളാഹുവിന്റെ കൽപ്പനകളെ മറ്റുള്ളവരുടെ കൽപ്പനകളെക്കാൾ സ്ഥാനം കൊടുത്തത് കൊണ്ടാണ് ഇബ്രാഹിം നബിക്ക് ഖലീൽ എന്ന നാമം കിട്ടിയത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. രണ്ടാമതായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹുവിന്റെ ഏത് കൽപ്പനകൾ വന്നാലും, അള്ളാഹുവിന്റെ ഏത് വിധികൾ വന്നാലും അതൊക്കെ ഞാൻ സന്തോഷത്തോടെ, ക്ഷമയോടെ അത് ശിരസാ വഹിക്കുന്ന ആളായിരുന്നു. പടച്ചതമ്പുരാന്റെ ഏത് കൽപ്പന വന്നാലും അതെത്ര വേദനയുള്ളതാണെങ്കിലും എത്ര വിഷമമുള്ളതാണെങ്കിലും അതെല്ലാം സ്വീകരിക്കാനും അതനുസരിക്കാനും ശിരസാ വഹിക്കാനും ഇബ്രാഹിം നബി അതിനൊരു മനസ്സുള്ള ആളായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മൂന്നാമതായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹു എന്നെ ഖലീലാക്കിയതിന് മൂന്നാമത്തെ കാരണം, അതിഥികൾ വീട്ടിലോട്ട് കടന്നു വന്നാൽ അതിഥികളോടൊപ്പം ഇരുന്നാണ് ഞാൻ ഭക്ഷണം കഴിക്കാറ്. സാധാരണ നമ്മുടെ വീടുകളിൽ അതിഥികൾ കടന്നു വരുമ്പോൾ അതിഥികൾക്ക് ഭക്ഷണം കൊടുത്ത് അവര് പോയതിനു ശേഷമാണ് വീട്ടുകാർ ഭക്ഷണം കഴിക്കുക. മഹാന്മാരായ സഹാബാക്കളുടെ ഇടയിൽ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ഒരവസരത്തിൽ സാധുവായ ഒരു സഹാബി ഭക്ഷണമില്ല എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടുന്ന വേവലാതിപ്പെട്ട് അവശത പറഞ്ഞുകൊണ്ട്
ആശങ്കപ്പെട്ടുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുന്നിൽ വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് ചോദിച്ചു, ഇദ്ദേഹത്തിന് അതിഥിയായി വീട്ടിൽ കൊണ്ടുപോകാൻ ആരാണുള്ളത്? ഒരു സാധുവായ സഹാബി വേറെ ഒന്നിനെ പറ്റിയിട്ടും ആലോചിക്കാതെ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഇന്ന് എന്റെ വീട്ടിൽ ഞാൻ അതിഥിയായി കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് ആ സഹാബിയെ കൊണ്ടുപോയി അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുചരൻ വീട്ടിൽ ചെന്ന് ഭാര്യയോട് ചോദിച്ചു, എന്തുണ്ട്? ആ സമയത്ത് അവർ പറഞ്ഞു, ഇവിടെ കഴിക്കാനായി മക്കൾക്കുള്ള കുറച്ച് ഭക്ഷണം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ആ സഹാബിയായ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഖാബ് പറഞ്ഞത്, അത് തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ആ ഭക്ഷണം ഇന്ന് കൊടുക്കണ്ട, അവർക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അവരെ ഒന്ന് ഉറക്കി നമുക്ക് അതിഥിയായി കടന്നു വരുന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിന് ആ ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സഹാബി തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഇത് പറഞ്ഞു, മക്കളെ ഉറക്കി, എന്നിട്ട് ഭക്ഷണം വിളമ്പി വെച്ചു. ആ സമയത്ത് ഭാര്യയോട് പതുക്കെ പറഞ്ഞു, നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിക്കണം. ആ സന്ദർഭത്തിൽ ആ അതിഥി ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ നീ വിളക്ക് കെടുത്തിക്കളയണം, അപ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതായി ആ സഹോദരന് മനസ്സിലാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തിടുക്കം കാണിച്ചു. തന്റെ കൂടെ വന്ന അതിഥി ഭക്ഷണം കഴിക്കാൻ പാത്രത്തിലേക്ക് കൈവച്ചപ്പോൾ ആ സന്ദർഭത്തിൽ തന്നെ ഭാര്യ വിളക്ക് കെടുത്തി. എന്നിട്ട് വിളക്കിൽ എണ്ണ കമ്മിയായതിന്റെ കാരണത്താലാണ് വിളക്കണഞ്ഞു പോയതെന്ന് പറയുകയും അവസാനം അവർ ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിക്കുകയും ആ സഹാബിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അതിഥിയായി കടന്നു വന്ന മനുഷ്യൻ ഭക്ഷണം കഴിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുമ്പോൾ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരായി നമുക്ക് മാറണോ? അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന അവന്റെ ഖലീലായ ഇബ്രാഹിം നബിക്ക് കൊടുത്ത സ്ഥാനം അള്ളാഹു നമുക്ക് തരണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിന്റെ കൽപ്പനകളെ മറ്റുള്ളവരുടെ കൽപ്പനകളെക്കാൾ നമ്മൾ മുൻസ്ഥാനം കൊടുക്കണം. രണ്ടാമത്, റബ്ബിന്റെ ഏതു വിധിയും ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. മൂന്നാമതായി, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥിയെ നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. അതിന് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുവഴി അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലഹരി ഉപയോഗിക്കുന്നയാൾ റമളാനിൽ അത് നിർത്തി നോമ്പ് പിടിക്കുകയും പിന്നീട് റമളാനിന് ശേഷം അത് തുടരുകയും ചെയ്താൽ ആ നോമ്പിന്റെ വിധി എന്താണ്? നസീമ കൊച്ചിയിൽ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ലഹരി ഉപയോഗമാകട്ടെ, പലിശ വാങ്ങലാകട്ടെ, മദ്യപാനമാകട്ടെ, ചൂതാട്ടമാകട്ടെ, വ്യഭിചാരമാകട്ടെ, പരദൂഷണമാകട്ടെ, ഏത് തെറ്റായിരുന്നാലും വിശുദ്ധമായ റമളാൻ മാസം എത്തുമ്പോൾ അതൊക്കെ നിർത്തിവെച്ച് പള്ളിയുമായി ബന്ധപ്പെട്ട് റമളാൻ വിട പറഞ്ഞു പോകുമ്പോൾ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ റമളാൻ സ്വീകരിച്ചോ എന്നുള്ള ഈ ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്, റമളാനിന്റെ വ്രതം അല്ലാഹു തആല അവന് നിർബന്ധമാക്കിയതാണ്, അതവൻ അനുഷ്ഠിച്ചു, അതിനുള്ള പ്രതിഫലം എന്താണോ വാഗ്ദാനം ചെയ്ത് അല്ലാഹു അത് കൊടുത്തു. പക്ഷെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക, നോമ്പുകാരനോട് അല്ലാഹു തആല അല്ലെങ്കിൽ ഒരു വിശ്വാസിയോട് നോമ്പ് പിടിക്കാൻ പറഞ്ഞത് ആ നോമ്പിന്റെ ചൈതന്യം 1 മാസത്തെ പകലും രാവുകളും അവൻ അത് ഹയാത്താകുമ്പോൾ, അതിന് ജീവൻ നൽകുമ്പോൾ ബാക്കിയുള്ള 11 മാസക്കാലം അവന്റെ ജീവിതത്തിൽ ഈ റമളാനിന്റെ സന്ദേശം അവന്റെ പ്രവർത്തനങ്ങളിലും അവന്റെ എല്ലാ ശ്വാസോച്ഛ്വാസത്തിലും ഉണ്ടാകണം എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാകാതെ റമളാൻ 30 കഴിയുമ്പോൾ അവന് റമളാന് മുമ്പുള്ള ദിവസങ്ങളിലെ പാപങ്ങളിലേക്ക് അവന് വീണ്ടും കടന്നു വരുന്നു എന്ന് മനസ്സിലായാൽ അവന്റെ റമളാൻ അല്ലാഹു തആല ആ റമളാൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു പൂർത്തീകരണത്തിലേക്ക് അവന് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, നമസ്കാരത്തെ പറ്റിയിട്ട് അള്ളാഹു പറഞ്ഞത് ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുങ്കർ, നിന്ദ്യവും നീചവും നികൃഷ്ടവും മ്ലേച്ഛവുമായ എല്ലാ പ്രവർത്തനങ്ങളെയും തടുക്കുന്നതാണ് നമസ്കാരം. പക്ഷെ നമസ്കാരം കഴിഞ്ഞ് നേരെ ഇറങ്ങി പലിശ വാങ്ങുന്നവരുണ്ട്, നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് സിനിമാ തിയേറ്ററിൽ പോകുന്നവരുണ്ട്, നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി മറ്റുള്ള തെറ്റുകളിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നവരുണ്ട്. പക്ഷെ നമസ്കാരത്തിന് വിശുദ്ധ ഖുർആന് യാതൊരു തെറ്റും പറ്റിയിട്ടില്ല. ഖുർആൻ നമസ്കാരത്തിലൂടെ ഒരു മുസ്ലിമിന് ഉണ്ടാക്കിയെടുക്കേണ്ട, അവൻ ഉണ്ടാകേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു. അത് മോശത്തരങ്ങളിൽ നിന്നുള്ള വിമോചനമാണ്. പക്ഷെ അതിലൂടെ, നമസ്കാരത്തിലൂടെ അതവന് ഉണ്ടായില്ല എങ്കിൽ അവന്റെ നമസ്കാരം സ്വീകരിച്ചു, പക്ഷെ നമസ്കാരം കൊണ്ട് പടച്ചവൻ ഉദ്ദേശിച്ചതിലേക്ക് അവന് എത്താൻ കഴിഞ്ഞിട്ടില്ല, പരിപൂർണമായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വിശുദ്ധ റമളാനില് പാപങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ്
വിശുദ്ധമായ റമളാനിൽ ഇബാദത്തുമായി കഴിയുന്ന സഹോദരങ്ങൾ സഹോദരിമാര്, റമളാനിൽ ആർജിച്ചെടുക്കുന്ന ഈ ആവേശോജലകമായ വിപ്ലവകരമായ ഈ ഒരു ധർമ്മസമരം, ഈ ഒരു ജിഹാദ്, ആ ഒരു മനസ്സിന്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ തിന്മകളോടുള്ള തിന്മകളിൽ നിന്നുള്ള ഒളിച്ചോട്ടം, അമലുകളോടുള്ള വല്ലാത്ത ഒരു സ്നേഹം, അത് ബാക്കിയുള്ള മാസങ്ങളിലും ഉണ്ടാക്കിയെടുക്കണം. അവൻ ഒരിക്കലും അതിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല. ഇത് റമളാനിൽ ഒരു മനുഷ്യന് നന്നാകാൻ കഴിയില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് അവന് നന്നാവുക? നന്നാകാനും അതുവഴി അവന്റെ അമലുകൾക്ക് ഇരട്ടി ഇരട്ടി പ്രതിഫലം കൊടുത്ത് അതുവഴി അവന് സ്വർഗീയ ലോകത്തേക്ക് ഉയർത്തപ്പെടാൻ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ പഴയതിനേക്കാളും പിന്നെ ജീവിതം മോശമായ രീതിയിൽ മാറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ റമളാൻ ആയിട്ടില്ല. അവന്റെ നോമ്പിന്റെ ചൈതന്യമുള്ള ഊഷ്മളതയുള്ള നോമ്പായി മാറിയിട്ടില്ല. അതിനപ്പുറം അവനിൽ നിന്ന് സ്വീകരിച്ചില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അമുസ്ലിങ്ങളെ നോമ്പ് തുറയ്ക്ക് ക്ഷണിക്കാമോ? അവർ നോമ്പുതുറയുടെ നേരം മറ്റുള്ളവരോടൊപ്പം ഇരുന്ന് നോമ്പുതുറ ഭക്ഷണത്തിൽ പങ്കെടുക്കുന്നതിൽ തെറ്റുണ്ടോ? മുഹമ്മദ് മുസ്തഫ ആറന്തോട് നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ അവരെ ക്ഷണിക്കുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിലും ഒരിക്കലും ഇസ്ലാം വിലക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂല് വളരെ അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു, തന്റെ അയൽവാസി പട്ടിണി കിടക്കുന്നത് അറിഞ്ഞുകൊണ്ട് വയറ് നിറച്ച് മൃഷ്ടാന ഭോജനം നടത്തുന്നവൻ അപ്പുറത്തുള്ളൊരു അമുസ്ലിമാണ്, അവൻ ഇസ്ലാം മത വിശ്വാസിയല്ല, അവൻ പട്ടിണി കിടക്കുന്നു എന്ന് അറിയുന്ന അവസ്ഥയിൽ ഇവിടെ നിസ്കാരമുള്ള, ഹജ്ജിന് പോയ, നോമ്പ് പിടിക്കുന്ന, ധർമ്മങ്ങൾ ചെയ്യുന്ന, നിസ്കാരത്തഴമ്പുള്ള ഒരു മുസ്ലിം അവന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരു അമുസ്ലിം അവൻ പട്ടിണി കിടക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവനെ പറ്റി നബിതങ്ങളോ പറഞ്ഞത് വലൈസ മിന്ന, അവൻ എന്നിൽപ്പെട്ടവനല്ല, അവൻ യഥാർത്ഥ വിശ്വാസിയല്ല. അപ്പം മറ്റുള്ളവന് ഭക്ഷണം കൊടുക്കണം. അത് കൊണ്ടുകൊടുക്കലാകട്ടെ, വിളിച്ചു വരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കുന്നതാകട്ടെ. പിന്നെ ഇസ്ലാം അമുസ്ലിമീങ്ങളായ സഹോദരങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന അമലുകളിൽ ചില അമലുകളിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉളുഹിയയുടെ ഇറച്ചി അത് അള്ളാഹുവിന്റെ പേരിൽ അറുത്തു കൊടുക്കുന്ന ഒരു ബലികർമ്മമായതുകൊണ്ട് ആ ഇറച്ചി അമുസ്ലിമീങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഇസ്ലാം അത് കൊടുക്കാത്തതിന്റെ പേരിൽ അതിന് ആ ഒരു നമ്മുടെ ബന്ധം നിലനിൽക്കാൻ വേണ്ടിയിട്ട് വേറെ രീതിയിൽ അതല്ലെങ്കിൽ വേറൊരു കാശ് കൊടുത്തു വാങ്ങിയ ഇറച്ചിയിൽ നിന്ന് അവർക്ക് കൊടുക്കുന്നത് കൊണ്ട് പ്രശ്നമല്ല, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അള്ളാന്റെ പേരിൽ അറുത്തതായ ഉളുഹിയ അങ്ങനെയാണല്ലോ. ബലികർമ്മം എന്ന് പറയുമ്പോൾ പടച്ചതമ്പുരാന് വേണ്ടി ഇബ്രാഹിം നബി തന്റെ പൊന്നുമോനെ അറുക്കാൻ വേണ്ടി ശ്രമിച്ചു, അള്ളാഹു പരീക്ഷണത്തിൽ വിജയിച്ചു എന്ന് അറിയിപ്പ് കൊടുത്തപ്പോൾ പകരം ആടിനെ കൊടുത്തു. ആടിനെ അറുത്തതിന് അതിന്റെ ആ ഒരു ഫലം നേടാൻ പറഞ്ഞു. അത് ഇന്നും തുടർന്നു വരുന്നു. അതുകൊണ്ട് അമുസ്ലിമീങ്ങളെ നമ്മുടെ പരിപാടികൾക്ക് ക്ഷണിക്കുന്നത് കൊണ്ടോ അവർക്ക് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ടോ കുഴപ്പമില്ല എന്നു മാത്രമല്ല, അത് പുണ്യമുള്ള കാര്യം തന്നെയാണ്. നോമ്പ് പിടിച്ചാൽ എനിക്ക് തലവേദന വരുന്നത് കൊണ്ട് ഗുളിക കഴിച്ചിട്ടാണ് നോമ്പ് പിടിക്കുന്നത്. ഗുളിക കഴിച്ച് നോമ്പ് പിടിക്കുന്നതിൽ തെറ്റുണ്ടോ? അങ്ങനെ നോമ്പ് പിടിക്കുന്നതിന്റെ ഇസ്ലാമിക വിധി എന്ത്? സാജിദ എറണാകുളത്ത് നിന്നുമാണിത് ചോദിച്ചിരിക്കുന്നത്. ഒരിക്കലും അതിന്റെ പ്രതിഫലം കുറയില്ല. ഇസ്ലാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നീ രോഗിയാണെങ്കിൽ നിനക്ക് നോമ്പ് നിർബന്ധമില്ല. ഇപ്പൊ തലവേദന പോലുള്ള ചെറിയ ചെറിയ അസ്വസ്ഥതകൾ വരുമ്പോൾ സാധാരണ നമ്മൾ ഗുളിക കഴിക്കാറുണ്ട്. അങ്ങനെ ഗുളിക കഴിച്ചുകൊണ്ട് നമ്മൾ നോമ്പ് പിടിക്കുമ്പോൾ ഒരിക്കലും അതിന്റെ പുണ്യം കുറയുന്നതല്ല. അവന് പിടിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി, അവന് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരു ഗതി വരുന്ന സാഹചര്യത്തിൽ അവന് നോമ്പ് വിടാം. പക്ഷെ അതിനപ്പുറം തലവേദന വന്നു, അതല്ലെങ്കിൽ ചെറിയ ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഛർദി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് നോമ്പ് വിടുന്നത് അത് അള്ളാഹു നിർബന്ധമാക്കിയ അമലിൽ നിന്നുള്ളൊരു ഒളിച്ചോട്ടമാണ്. ഇപ്പോ തലവേദന പോലുള്ള ചെറിയ ചെറിയ രോഗങ്ങൾ വരുമ്പോൾ ചെറിയ ചെറിയ മരുന്നുകളിലൂടെ, ഗുളികകളിലൂടെ നമുക്കത് പിടിച്ചു നിർത്താൻ കഴിയും. അങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ട് നമ്മൾ അള്ളാഹിനു വേണ്ടി വ്രതമനുഷ്ഠിക്കുമ്പോൾ ഒരിക്കലും അതിന്റെ പ്രതിഫലം കുറയില്ല. അത് നമ്മൾ പ്രതിഫല അർഹമായ രീതിയിൽ തന്നെയാണ് നമ്മൾ പിടിക്കുന്നത്. ശവ്വാലിലെ 6 നോമ്പും പിടിച്ചാലേ റമളാനിലെ നോമ്പിന്റെ പൂർണ്ണ പ്രതിഫലം ലഭിക്കൂ എന്ന് പറയുന്നത് ശരിയാണോ? അബ്ദുറഹ്മാൻ പോങ്ങുംപാറ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. ഒരിക്കലുമില്ല. 6 നോമ്പ് പിടിക്കാൻ പറഞ്ഞത് സുന്നത്താണ്. ശവ്വാൽ മാസത്തിലെ 6 നോമ്പ് പിടിക്കാൻ പറഞ്ഞത് അത് സുന്നത്താണ്. നിർബന്ധമായ നോമ്പ് ശവ്വാൽ പിറ കാണുന്നതോടുകൂടി ആ ഫറൽ അങ്ങ് മാറി.
പിന്നെ പിടിക്കേണ്ടത് സുന്നത്താണ്. അത് രണ്ടാമതൊരു മാസത്തിലാണ്, അത് സുന്നത്താണ്. അതിനിടയിൽ നിർബന്ധമായിട്ടും പെരുന്നാളിന് അവൻ ഭക്ഷണം കഴിച്ചിരിക്കണം. പെരുന്നാളിന് നോമ്പ് പിടിക്കൽ ഹറാമാണ്. അപ്പൊ ഇത് രണ്ടിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടി ഒരു പെരുന്നാൾ കടന്നു വന്നു. പെരുന്നാളിന് മുമ്പുള്ള നോമ്പ് നിർബന്ധവും അതിനുശേഷം പിടിക്കുന്ന നോമ്പ് സുന്നത്തുമാണ്. അതും ഇതുമായി യാതൊരു ബന്ധവുമില്ല. പിന്നെ റമളാനിന്റെ ചൈതന്യം അത് നഷ്ടപ്പെട്ടു പോകാതെ പലരും പിടിച്ചു വരുന്നുണ്ട്. അത് ഏറെ സുത്യർഹമാണ്, അതിന് പുണ്യമുള്ള കാര്യമാണ്. റമളാന്റെ നോമ്പ് പിടിച്ചു വീടിയ ഒരാൾ അതിന്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഈ ശവ്വാലിൽ 6 നോമ്പ് എടുക്കുന്നത് സുന്നത്താണ്. അതിന് പ്രത്യേക കൂലി അല്ലാഹു തആല തരുന്നതാണ്. ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ല. റമളാനിൻ്റെതായ പ്രതിഫലം, ഈ സുന്നത്ത് നോമ്പിന് സുന്നത്തിൻ്റെതായ പ്രതിഫലം. റമളാനിൽ നഷ്ടപ്പെട്ട നോമ്പ് കളാ വീട്ടുമ്പോൾ റമളാനിന്റെ പ്രതിഫലം കിട്ടുമോ? നൂഹ് കണ്ണ് പെരുമാതുറ നിന്നുമാണ് ചോദിച്ചിരിക്കുന്നത്. റമളാൻ മാസത്തിലെ നോമ്പ് കളാ ആയി പോയ ഒരാൾ അടുത്ത റമളാനിന് മുമ്പ് പിടിച്ചുവിടണം എന്നുള്ളതാണ് നിയമം. അങ്ങനെ പിടിച്ചുവിടുന്ന സന്ദർഭത്തിൽ റമളാൻ മാസത്തിലെ നോമ്പിന്റെ കൂലി അവന് പൂർണ്ണമായി ലഭിക്കും. അങ്ങനെ ആ പൂർണ്ണമായ നോമ്പ് അവന് ലഭിക്കുമെന്ന് മാത്രമല്ല, റമളാൻ മാസത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ നോമ്പ് അതിന്റെ പൂർണ്ണമായ പ്രതിഫലം ഖളാ വീട്ടുമ്പോൾ അവന് കിട്ടും. അതിൽ യാതൊരു പ്രതിഫലത്തിന് കുറവ് അല്ലാഹു തആല വരുത്തില്ല. എന്ന് മാത്രമല്ല, റമളാൻ മാസത്തെ അവൻ നോമ്പൊഴിവാക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാരണത്തിന്റെ പേരിലാകാം നോമ്പ് ഒഴിവാക്കുന്നത്. പക്ഷെ അവന് പ്രത്യക്ഷത്തിൽ നോമ്പുകാരനായി ആ മാസത്തെ ബഹുമാനിച്ച് ആദരിച്ച് ആ മാസത്തിന്റെ പവിത്രതയെ കണക്കിലെടുക്കുമ്പോൾ റമളാനിന്റെ ആദരവ്, റമളാനെ ബഹുമാനിച്ചത് ആ റമളാനിൽ തന്നെ അവന് കിട്ടി. പിന്നെ അന്ന് നഷ്ടപ്പെട്ടത് അന്നത്തെ നോമ്പ് മാത്രമാണ്. അത് മറ്റൊരവസരത്തിൽ അവന് ഖളാ വീട്ടുമ്പോൾ ആ നോമ്പും കൂടി കിട്ടുന്നു. ചുരുക്കത്തിൽ റമളാനിന്റെ ആദരിച്ച കൂലിയും റമളാനെ ബഹുമാനിച്ച കൂലിയും റമളാനിൽ നോമ്പ് നോറ്റ കൂലിയും അള്ളാഹുവിന് കൊടുക്കുന്നു. ഇനി അവന് റമളാൻ മാസത്തിലെ നോമ്പ് ഖളാ വീട്ടുന്നതോടൊപ്പം തന്നെ ഈ പിടിക്കാത്ത ദിവസത്തിൽ റമളാൻ മാസത്തിൽ അവന് പരസ്യമായിട്ട് ഭക്ഷണം കഴിച്ചു, പരസ്യമായിട്ട് നോമ്പുകാരനല്ല എന്ന് മറ്റുള്ളവരെ ധരിപ്പിച്ചു. ആ ഒരു സാഹചര്യം ഉണ്ടായാൽ റമളാനിന്റെ ആദരവ് അവന് നഷ്ടപ്പെട്ടു. പക്ഷേ പിന്നീട് നോമ്പ് പിടിച്ചു വിടുമ്പോൾ നോമ്പ് വീടി എന്നതിനപ്പുറം റമളാനെ ആദരിച്ചവരുടെ കൂട്ടത്തിൽ അവൻ ഉൾപ്പെടില്ല. അതുകൊണ്ട് ഒരു നോമ്പ് നമുക്ക് റമളാനിൽ പിടിക്കാൻ കഴിയാതെ വരുമ്പോൾ ആ നോമ്പ് പിന്നീട് ഖളാ വീട്ടുമ്പോൾ നമുക്കതിന്റെ പൂർണ്ണമായ കൂലി കിട്ടണമെങ്കിൽ ഈ റമളാനിൽ മാസത്തെ ആദരിക്കണം. അള്ളാന്റെ അതിഥിയാൻ. ആ അതിഥിയെ നമ്മൾ ബഹുമാനിച്ച് പകൽ നേരങ്ങളിൽ ഭക്ഷണം പരസ്യമായിട്ട് കഴിക്കാതെ, പരസ്യമായിട്ടത് പിന്നെ പ്രചരണം വിളമ്പാതെ, അതുപോലെ തന്നെ റമളാനെ ബഹുമാനിക്കേണ്ട രീതി എങ്ങനെയാണോ ആ രീതിയിൽ നമ്മൾ ബഹുമാനിക്കണം. അപ്പോൾ നമുക്കതിന്റെ പ്രതിഫലം അള്ളാഹു പരിപൂർണമാക്കി തരുന്നതാണ്. അബ്ദുള്ള സജാദ് ചോദിച്ചിരിക്കുകയാണ്, ഒരു ജനാപത്തുകാരനോ ജനാപത്തുകാരിയോ മരണപ്പെട്ടാൽ ആ മയ്യത്തിനെ കുളിപ്പിക്കുന്നതിന്റെ രീതി ഒന്ന് പറഞ്ഞു തരുമോ? കുളി നിർബന്ധമാകുന്ന 2 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ഒന്ന് മരണം, മറ്റൊന്ന് വലിയ അശുദ്ധി. മയ്യത്ത് കുളിപ്പിക്കുന്നതോടുകൂടി എല്ലാ അശുദ്ധികളും മാറുന്നു. അതോടുകൂടി ഒറ്റ കുളിയിലൂടെ രണ്ടും പരിഹരിക്കപ്പെടുകയാണ്. മാത്രമല്ല, വലിയ ശുദ്ധിക്കാരനായ രീതിയിൽ ഒരാൾ മരണപ്പെടുമ്പോൾ മരണത്തോടുകൂടി അയാളുടെ തക്ലീഫ് മാറുകയാണ്. അയാൾ പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ഇസ്ലാം നിയമമാക്കിയിട്ടുള്ള കുളി, ആ കുളി ഇനി അവന്റെ മേൽ നിർബന്ധമില്ല. കാരണം അവൻ മരണപ്പെട്ടതോടുകൂടി ആ ഒരു അവസ്ഥയിൽ നിന്ന് അവന് മാറിയിരിക്കാൻ. പിന്നെ ജീവിച്ചിരിക്കുന്നവർക്കുള്ള ബാധ്യത മയ്യത്തിനെ കുളിപ്പിക്കുക. ആ കുളിപ്പിക്കുന്നതിലൂടെ എല്ലാം ശുദ്ധിയാക്കപ്പെട്ടു. ആ കുളിപ്പിക്കുന്നതിലൂടെ, മയ്യത്ത് കുളിയിലൂടെ എല്ലാം തീർന്നു. അതിലൂടെ എല്ലാ അശുദ്ധികളും മാറി. അവന്റെ ആ ജീവിച്ചിരിക്കുന്നവരുടെ ബാധ്യതയായ കുളിപ്പിക്കലിലൂടെ അവന് ശുദ്ധിയുള്ളവനായി മാറുകയാണ്. പിന്നെ ഭാര്യ ഭർത്താവിനെ പറ്റിയിട്ട് അത് പുറത്തു പറയേണ്ട ആവശ്യമില്ല. ഭർത്താവാണെങ്കിൽ ഭാര്യയെ പറ്റിയിട്ടും പുറത്തു പറയേണ്ട ആവശ്യമില്ല. മയ്യത്ത് കുളിപ്പിക്കുന്നതിലൂടെ എല്ലാം അതിൽ ഉൾക്കൊണ്ടു, എല്ലാം പരിഹരിക്കപ്പെട്ടു. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒരുപാട് റിക്വസ്റ്റ്, ഒരുപാട് അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടവരിൽ പലരും, ഇതിന്റെ ശ്രോതാക്കൾ, ദീനിനോട് സ്നേഹമുള്ള കൂറുള്ള സഹോദരങ്ങൾ അറിയിച്ചു. ചോദ്യോത്തരം ഒന്ന് വർദ്ധിപ്പിച്ച്, ചോദ്യങ്ങൾ ധാരാളം ചോദിച്ച് അതിൽ ഒരുപാട് പഠിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, അങ്ങനെ ആ ഒരു ആഗ്രഹം, ആവശ്യം ഉന്നയിച്ച ആളുകൾക്ക് അല്ലാഹു പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ ദിനേനെ നൂറുകണക്കിന് കത്തുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെയും ഒന്നുപോലും വിട്ടുകളയില്ല. എല്ലാം
പരിഗണനയിലുണ്ട്. ഓരോന്നും എത്തുന്നതിൻ്റെ ആ തർത്തീബ് അനുസരിച്ച്, ക്രമീകരണം അനുസരിച്ച് ഇവിടെ ചോദിക്കുകയാണ്. ഏതായിരുന്നാലും ചോദ്യങ്ങൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. നല്ല ചോദ്യം ചോദിക്കുന്ന വ്യക്തിക്ക് MK ഫാബ്രിക്സ് കൊല്ലം നാസർ എന്ന സഹോദരൻ നല്ല സമ്മാനം ഓഫർ ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിനും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ആ ബിസിനസിന്റെ ഉയർച്ച അല്ലാഹു തആല, വളർച്ച അല്ലാഹു ഏറ്റി കൊടുക്കുമാറാകട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ വിവാഹം കഴിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ, അതല്ലെങ്കിൽ ഒരു വാഹനം നമ്മൾ വാങ്ങി ഷോറൂമിൽ നിന്ന് വാഹനം ഇറക്കി, അതല്ലെങ്കിൽ നമ്മളൊരു മാർക്കറ്റിൽ ചെന്നു, ഒരു ചന്തയിൽ ചെന്ന് നമ്മൾ ഒരു മൃഗത്തെ വാങ്ങി, വിവാഹം കഴിച്ചു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യയുടെ തലമുടിയിൽ കൈവച്ചുകൊണ്ട് നീ ഒരു പ്രാർത്ഥന നിർവഹിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന എല്ലാവരും എഴുതിയെടുക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ദുആ ഇതാണ്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വഖൈറ മാ ജബൽത അലൈഹി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വഖൈറ മാ ജബൽതഹ അലൈഹി വഅഊദു ബിക മിൻ ശർരിഹ വശർരി മാ ജബൽതഹ അലൈഹി. ഒന്നുകൂടി പറയാം: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വഖൈറ മാ ജബൽതഹ അലൈഹി വഅഊദു ബിക മിൻ ശർരിഹ വശർരി മാ ജബൽതഹ അലൈഹി. അതിനർത്ഥം ഇതാണ്: അല്ലാഹുവേ, ഈ സാധനത്തിന്റെ, ഈ വാഹനമാകട്ടെ, ഈ മൃഗമാകട്ടെ, അതിന്റെ ജീവിതത്തിലോട്ട് കടന്നു വരുന്ന ഭാര്യയാകട്ടെ, അവളുടെ ഖൈറിനെ, ഈ വസ്തുവിന്റെ ഖൈറിനെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ വസ്തു എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ അതിന്റെയും ഖൈറിന് നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. ഈ വസ്തുവിന്റെ ഷറിൽ നിന്നും, ഈ വസ്തു എന്തെല്ലാം വലിച്ചു കൊണ്ടുവരുന്നുവോ, അപകടങ്ങൾ, വാഹനമാണെങ്കിൽ അപകടങ്ങൾ, മൃഗമാണെങ്കിൽ പെട്ടെന്നത് മരിച്ചു പോകുക പോലുള്ളത്, കുടുംബത്തോടൊപ്പം കഴിയുന്ന ഭാര്യയാണെങ്കിലും അവളിൽ നിന്നുണ്ടാകുന്ന ദുസ്വഭാവങ്ങൾ, അതിനെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് അർത്ഥം വരുന്ന അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വഖൈറ മാ ജബൽതഹ അലൈഹി വഅഊദു ബിക മിൻ ശർരിഹ വശർരി മാ ജബൽതഹ അലൈഹി എന്ന ദുആ, അത് നമ്മൾ വാഹനം വാങ്ങുമ്പോഴാകട്ടെ, മൃഗങ്ങളെ വാങ്ങുമ്പോഴാകട്ടെ, വിവാഹം കഴിക്കുമ്പോഴാകട്ടെ, ആ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുക. അതിലൂടെ ഒരു വലിയ നല്ലൊരു ജീവിതം അള്ളാഹു നമുക്ക് തരും. സന്തോഷകരമായ, ആനന്ദകരമായ ഒരു ജീവിതം അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു നമ്മുടെ കുടുംബത്തിലും, നമ്മുടെ വാഹനങ്ങളിലും, നമ്മുടെ മൃഗങ്ങളിലും, അള്ളാഹു നമ്മുടെ വലം കൈ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള വിഷയങ്ങളിലൊക്കെയും അള്ളാഹു ബറക്കത്ത് ചൊരിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. ചോദ്യങ്ങൾ അയക്കേണ്ട വിലാസം: മൗലവി നവാസ് മന്നാനി, പനവൂർ, ചീഫ് ഇമാം, സെൻട്രൽ ജുമാ മസ്ജിദ്, മണക്കാട്, തിരുവനന്തപുരം. ഇനി അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാ നമുക്ക് പഠിക്കാനുള്ളത് ജോലി ഭാരം കുറയാനുള്ള ഒരുപാട് ജോലികൾ, പ്രത്യേകിച്ച് റമദാനില് സഹോദരിമാര് വളരെ കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ജോലി ഭാരം കുറയാനുള്ള ഒരു ദുആ. ഏത് ജോലിയിൽ നമ്മൾ വ്യാപൃതരായാലും ആ ജോലിയിൽ ബറക്കത്തുണ്ടായി, ആ ജോലി എളുപ്പം തീർന്ന് ഭാരം കുറഞ്ഞ് സന്തോഷത്തോടെ അതിന്റെ പര്യവസാനം എത്തിക്കാനുള്ള ഒരു പ്രാർത്ഥന അടുത്ത എപ്പിസോഡിൽ നമുക്ക് പഠിക്കാം. അതുവരെയും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ വിനീതനെയും ഇതിന്റെ അലിഫാദയുടെ പ്രവർത്തകരെയും അതുപോലെ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി തക്കല അതിന്റെ പ്രവർത്തകർക്ക് അല്ലാഹു തആല അനുഗ്രഹത്തിന്റെ അനുസ്യൂതമായ പ്രവാഹം അവരുടെ ജീവിതത്തിൽ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തെ അല്ലാഹു തആല പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് അല്ലാഹു ഉയർത്തി അസൂയാർഹമായ നിലയിൽ അല്ലാഹു തആല വളർച്ചയും അല്ലാഹു തആല ഉയർച്ചയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നാളെ കൃത്യം 11 മണിക്ക് പുതിയ ദുആയും പുതിയ ചോദ്യോത്തരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.